ഓം നമോ നാരായണായ. ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോളൂ. ഞാനിവിടെ പറയുന്നത് കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവരുടെ മാർച്ച് മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ്. ദൈനംദിന ജീവിതത്തിലാണെങ്കിൽ ആത്മാർത്ഥതയും അത്ര തന്നെ സഹായ മനസ്ഥിതിയും കൂടുതലായിട്ടുള്ള ഈ കാർത്തിക നക്ഷത്രക്കാർ തനിക്ക് വേണ്ടപ്പെട്ടവരുടേതായിട്ടുള്ള വിഷമതകളെയും പ്രയാസങ്ങളെയും മനസ്സിലാക്കിയിട്ട് തൻ്റേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും മുഴുവനും തന്നെ മാറ്റിവെച്ചുകൊണ്ട് അവർക്ക് കഴിയുന്നത് പോലെ സഹായം ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ്. മേടം രാശിയിൽ 15 നാഴികയും ഇടവം രാശിയിൽ 45 നാഴികയും കൂടിച്ചേരുന്ന നക്ഷത്രമാണ് ഈ കാർത്തിക നക്ഷത്രം. അതിൽ മേടം രാശിയിൽ ജനിച്ച കാർത്തിക നക്ഷത്രക്കാർക്കാണെങ്കിൽ വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ട്, പ്രത്യേകിച്ച് ഈ മാർച്ച് മാസത്തിൽ തൊഴിൽപരമായിട്ട് കുടുംബപരമായിട്ട് അവരുടെ ദൈനംദിന ജീവിതത്തിൽ വളരെയധികം ശ്രദ്ധ വേണ്ടുന്നതായിട്ടൊരു സമയമാണ്. മേടം രാശിയിൽ ജനിച്ച കാർത്തിക നക്ഷത്രക്കാരിൽ ജന്മരാശിയുടെ അധിപനായിരിക്കുന്ന ചൊവ്വയുടെ അനുകൂല സ്ഥിതി കാണുന്ന സമയമാണെങ്കിലും പൊതുവെ ഏഴരശനിയുടേതായിട്ടുള്ള കാലഘട്ടം നിലനിൽക്കുന്നതുകൊണ്ടും പ്രത്യേകിച്ച് മാർച്ച് മാസം 15-ാം തീയതിക്ക് ശേഷം 5-ാം ഭാവനാഥനായിരിക്കുന്ന സൂര്യന് ദുരിതഭാവസ്ഥിതി വരുന്നതുകൊണ്ട് ചില സമയങ്ങളിൽ അനാവശ്യമായിട്ടുള്ള ചിന്തകൾ മനസ്സിനെ സ്വാധീനിക്കുന്നതുകൊണ്ട് പ്രതിസന്ധികളിൽ തളരാതെ വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ട് വളരെയധികം ദീർഘവീക്ഷണത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടൊരു സമയമാണ്. ഇനി തൊഴിൽപരമായിട്ടാണെങ്കിലും കർമ്മപരമായിട്ടാണെങ്കിലും വളരെയധികം ശ്രദ്ധ വേണം ഈ ഒരു സമയങ്ങളിൽ. കർമാധിപതിയും ലാഭാധിപതിയുമായിരിക്കുന്ന ശനീശ്വരനാണെങ്കിൽ ദുരിതസ്ഥാനത്ത് ഏഴരശനിയിലൂടെ സഞ്ചരിക്കുന്ന സമയമാണ്. ഈ സമയത്താണെങ്കിൽ നിവൃത്തിനാഥനായിരിക്കുന്ന ശുക്രനും ദുരിതഭാവസ്ഥിതി വരുന്നതുകൊണ്ട് തൊഴിൽപരമായിട്ടും കർമ്മപരമായിട്ടും എന്തൊക്കെ വിഷമതകൾ വന്നാലും ആത്മവിശ്വാസത്തോടുകൂടി ദീർഘവീക്ഷണത്തോടുകൂടി ഈശ്വരാനുഗ്രഹത്തോടു കൂടിയിട്ട് അതിനെയൊക്കെ അതിജീവിക്കുവാനുള്ളതായ മനോബലം വേണ്ടുന്നതായ ഒരു സമയമാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മാർച്ച് മാസം 15-ാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ 5-ാം ഭാവനാഥനായിരിക്കുന്ന സൂര്യനും ദുരിതഭാവസ്ഥിതി വരുന്നതുകൊണ്ട് ഈ ഒരു സമയങ്ങളിൽ കർമ്മസംബന്ധമായിട്ട് പുതിയ തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുമ്പോഴും വളരെ സൂക്ഷിക്കണം. ഇനി കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും അഭിപ്രായ ഭിന്നതകളോ മനോവിഷമതകളോ വരാതെ ശ്രദ്ധിക്കണം ഈ ഒരു സമയങ്ങളിൽ. വിശേഷിച്ച് ധനപരമായിട്ട് ധാരാളമായിട്ടുള്ള നേട്ടങ്ങളും അതുമൂലം അഭിവൃദ്ധിക്കും ശ്രേയസ്സും എല്ലാം കാണുന്നുണ്ടെങ്കിലും ലാഭാധിപനായിരിക്കുന്നതായ ശനീശ്വരൻ 12-ാം ഭാവമായിട്ടുള്ള വ്യയസ്ഥാനത്ത് ഏഴരശനിയിലൂടെ സഞ്ചരിക്കുന്നതായിട്ടുള്ളൊരു സമയമായതുകൊണ്ട് അപ്രതീക്ഷിതമായിട്ടുള്ളതായ ചിലവ് വർധനവിനും സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് സാമ്പത്തിക സ്ഥിതിയിൽ ചാഞ്ചാട്ടം വരാതെ നോക്കണം ഈ ഒരു സമയങ്ങളിൽ. കഴിവതും അനാവശ്യമായിട്ടുള്ള പാഴ്ചിലവുകളെ നിയന്ത്രിച്ച് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ മാർച്ച് മാസത്തിൽ. എന്നാൽ വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. വിദ്യാമാതുലകാരകനായിരിക്കുന്ന ബുധൻ ലാഭസ്ഥാനത്ത് നിന്നുകൊണ്ട് 5-ാം ഭാവത്തേക്ക് നോക്കുന്നതും ഈ ഒരു സമയങ്ങളിൽ ജ്ഞാനകാരകനായിരിക്കുന്ന സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഭാഗ്യസ്ഥാനത്തേക്ക് വരുന്നതുകൊണ്ട് വിദ്യാർത്ഥികളിൽ പഠന സംബന്ധമായിട്ട് മുന്നേറ്റം ഉണ്ടാകുന്നതായിട്ടൊരു സമയമാണ് ഈ മാർച്ച് മാസത്തിൽ. പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും പ്രത്യേകിച്ച് മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് വളരെയധികം മനോബലം കിട്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ്. ഇനി ഇടവം രാശിയിൽ ജനിച്ച കാർത്തിക നക്ഷത്രക്കാർക്കാണെങ്കിൽ വളരെയധികം ഗുണഫലങ്ങളും മനസ്സന്തോഷത്തിനും അഭിവൃദ്ധിക്കുമെല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ മാർച്ച് മാസത്തിൽ.
ദൈനംദിന ജീവിതത്തിലാണെങ്കിൽ എല്ലാ മേഖലകളിലും തന്നെ ഉയർച്ചയും മുന്നേറ്റവും കാണുന്നതായിട്ടൊരു സമയമാണ്. ജന്മരാശ്യാധിപനായിരിക്കുന്ന ശുക്രനാണെങ്കിൽ ഉച്ചബലത്തോടു കൂടിയിട്ട് ലാഭസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് ആരോഗ്യസ്ഥിതി പൊതുവെ തൃപ്തികരമായിട്ട് കാണുന്നുണ്ട് ഈ മാർച്ച് മാസത്തിൽ. തൊഴിൽപരമായിട്ട് വളരെ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും നിരവധിയായിട്ടുള്ള നേട്ടങ്ങൾക്കും അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രതയ്ക്കും കൂടുതലും സാധ്യത കാണുന്നുണ്ട് ഈ മാർച്ച് മാസത്തിൽ. കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും പ്രത്യേകിച്ച് ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും സന്താനഭാവങ്ങളിലും എല്ലാം തന്നെ വളരെ നല്ല ഫലങ്ങളാണ് ഈ മാർച്ച് മാസത്തിൽ കാണുന്നത്. വിദ്യാർത്ഥികൾക്കാണെങ്കിൽ വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകുന്നതായിട്ടൊരു സമയമാണ്. പ്രത്യേകിച്ച് 5ാം ഭാവനാഥനും വിദ്യാമാതുല കാരകനായിരിക്കുന്നതായ ബുധൻ കർമ്മസ്ഥാനത്ത് സഞ്ചരിക്കുന്നത് കൊണ്ടും ഈ സമയത്ത് ജ്ഞാനകാരകനായിരിക്കുന്ന സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴത്തിൻ്റെ സ്വാധീന ശക്തി മൂലവും വിദ്യാർത്ഥികളിൽ പഠന സംബന്ധമായിട്ട് കൂടുതലായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും പഠനത്തിൽ നല്ല മികവ് പുലർത്തുവാനും സാധിക്കുന്നതായിട്ടൊരു സമയമാണ് ഈ മാർച്ച് മാസത്തിൽ. ലാഭാധിപനായിരിക്കുന്ന വ്യാഴത്തിൻ്റെ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴത്തിൻ്റെ അനുകൂല സ്ഥിതിയും ലാഭസ്ഥാനത്താണെങ്കിലോ ശനീശ്വരൻ്റേതായ സാന്നിധ്യം നിലനിൽക്കുന്നത് കൊണ്ട് ധനപരമായിട്ടും ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. ഈ ഗുണാനുഭവങ്ങളെല്ലാം കാണുന്നുണ്ടെങ്കിലും ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം സുഖസ്ഥാനമായിട്ടുള്ള 4ാം ഭാവത്തിൽ കേതു നിൽക്കുന്നത് കൊണ്ട് ചില സമയങ്ങളിൽ ഉണ്ടാകുന്ന മാനസികമായിട്ടുള്ള ടെൻഷൻ, പെട്ടെന്ന് വരുന്നതായിട്ടുള്ള ദേഷ്യഭാവത്തെയും കോപശീലത്തെയും നിയന്ത്രിച്ച് വളരെയധികം ക്ഷമാശീലത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലതാണ് ഈ ഒരു സമയങ്ങളിൽ. ഈ കാർത്തിക നക്ഷത്രക്കാർ അവരുടെ ദൈനംദിന ജീവിതത്തിൽ സൂര്യദേവനെ ആരാധിക്കുന്നതും വിശേഷിച്ച് ശിവക്ഷേത്രത്തിൽ വഴിപാടുകൾ ചെയ്തു പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ്.